പത്തനംതിട്ട മണ്ഡലത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ചോർന്ന സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലാർക്ക് യദു കൃഷ്ണനെതിരെയാണ് നടപടി. ഗൂഢാലോചന നടന്നുവെന്നും സമഗ്രാന്വേഷണം വേണമെന്നും ആന്റണി ആവശ്യപ്പെട്ടു. ഇന്നലെ തന്നെ എനിക്ക് അതിൻ്റെ കോപ്പി ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയത്, അല്ലാതെ എനിക്ക് വേറൊരു സ്ഥലത്ത് നല്ല കിട്ടിയത്. ഈ ജനാധിപത്യ വിധ്വംസ പ്രവർത്തകത്തെ അംഗീകരിക്കാത്ത ഇടതുപക്ഷ ആളുകളാണ് എനിക്ക് തന്നത്. പോളിംഗ് ഓഫീസേഴ്സിൻ്റെ ഫൈനലൈസ് ലിസ്റ്ററിൻ്റെ ഓർഡർ ഇതാ ഞങ്ങളുടെ എല്ലാം കൈകളിൽ എത്തിയിരിക്കുന്നു. ഇന്ന പോളിംഗ് ബൂത്തിലിരിക്കുന്ന നമ്മുടെ ഇന്ന സഖാവാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കള്ളവോട്ട് ചെയ്യണമെന്നും അവിടെ നിങ്ങൾക്ക് എത്ര കള്ളവോട്ട് വേണമെങ്കിലും ചെയ്യാമെന്നാണ്. ശ്രീത്ത്, UDF സ്ഥാനാർത്ഥി ലിസ്റ്റ് ചോർന്നതിൽ ഒരു ഗൂഢാലോചന സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇന്നലെ ആണ് ഈ ലിസ്റ്റ് ചോർന്നത്. അതിൽ കളക്ടർ നൽകുന്നൊരു വിശദീകരണം അത് ഫ്ലെക്സ് ബോർഡ് അടിക്കാൻ വേണ്ടി കൊടുത്ത സമയമായിരുന്നു. അത് വാട്സാപ്പിൽ നൽകുമ്പോൾ അതൊരു ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിലേക്ക് പോയി എന്നാണ്, ആ ഗ്രൂപ്പിൽ നിന്നാണ് ചോർന്നിരിക്കുന്നത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം, ഇന്ന ബൂത്തിൽ ആന്റണി നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന ബൂത്തിൽ ഇന്ന ഉദ്യോഗസ്ഥൻ എന്ന തരത്തിൽ തന്നെയായിരുന്നു ആ ലിസ്റ്റ് ഉണ്ടായിരുന്നത്. എന്തായാലും ആ ലിസ്റ്റ് ചോർന്ന ഉടൻ തന്നെ ആക്ഷേപമായി ആന്റണി രംഗത്ത് വന്നു. ഇത് CPIMനെ സഹായിക്കാനാണ്. കോന്നി MLA KU ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഒരു യോഗം ചേർന്ന്, സ്വകാര്യ ഹോട്ടലിൽ യോഗം ചേർന്ന് കള്ളവോട്ടിന് പരിശീലനം നൽകുന്ന സാഹചര്യം വരെ ഉണ്ടായെന്നൊരു ആക്ഷേപം UDF ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ആന്റണി എത്തി. അവിടെ ഏതാണ്ട് 1 മണിക്കൂർ നേരം ആന്റണി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അപ്പോഴേക്കും ഈ ഒരു നടപടിക്കുള്ള സാധ്യത അപ്പോൾ തന്നെ കളക്ടർ പറഞ്ഞിരുന്നു. നിങ്ങൾ കാത്തിരിക്കുക എന്നാണ് കളക്ടർ പറഞ്ഞത്. എന്തായാലും ജില്ലാ കളക്ടർ S പ്രേംകൃഷ്ണൻ, ഈ ഒരാളെ യദു കൃഷ്ണൻ എന്നാണ് ഉദ്യോഗസ്ഥന്റെ പേര്, കോന്നി താലൂക്ക് ഓഫീസിലെ LD ക്ലാർക്കാണ് അദ്ദേഹത്തിന് പറ്റിയത് ഗുരുതരമായ പിഴവാണെന്നും അതിൽ വീഴ്ചയുണ്ട്, പ്രഥമ ദൃഷ്ടിയ വീഴ്ചയുണ്ട്, ഇതിനെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്കാണ് കടന്നിട്ടുള്ളത്. എന്തായാലും ഈ ലിസ്റ്റ് പൂർണ്ണമായി പുനർവിന്യസിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൃത്യമായി തന്നെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ആന്റണി ഇപ്പോഴും പറയുന്നത് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട്, അതിൽ നടപടി വേണമെന്നാണ്. എന്തായാലും LDF ഈ കള്ളവോട്ട് ആരോപണം പൂർണ്ണമായി തള്ളുകയാണ്. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച ഉണ്ടെങ്കിൽ അത്തരത്തിൽ നടപടി എടുക്കട്ടെ, തങ്ങൾക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കും പറഞ്ഞു വെക്കുന്നു. എന്തായാലും വിവാദം കള്ളവോട്ടിലേക്കും ഗുരുതരമായ ആക്ഷേപങ്ങളിലേക്കും വീണ്ടും തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉയർന്ന കാഴ്ചയാണ് പത്തനംതിട്ടയിൽ. വിവരങ്ങൾ നൽകിയത്.